21 വയസ്സ് മാത്രം പ്രായമുള്ള തങ്ങളുടെ പ്രിയ കൂട്ടുകാരനെ കൊലപ്പെടുത്തിയ സംഘത്തിലെ 6ാം പ്രതിക്ക് വോട്ട് ചെയ്യരുതേ എന്ന അഭ്യർത്ഥനയുമായി വീട് കയറുകയാണ് വിദ്യാർത്ഥികൾ. പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ കൊല ചെയ്യപ്പെട്ട ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകിക്ക് വോട്ട് ചെയ്യരുതേ എന്ന് അഭ്യർത്ഥിച്ചാണ് ഇവർ വീട് കയറിയത്. പ്രതിയായ സോയ്മോൻ സണ്ണിക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകി കോൺഗ്രസ് സംരക്ഷണം ഒരുക്കുകയാണ്. ചേച്ചി, ഞങ്ങൾ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ്. സഖാവ് ധീരജേട്ടൻ്റെ അനുജന്മാരായിട്ട് വരും. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്നതിന് മുന്നെയാണ് ഈ കൊലപാതകം നടന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ UDF-ന്റെ 6ാം സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത്. ഈ കൊലക്കേസ് പ്രതിയിലെ 6ാം പ്രതി. പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ അട്ടിക്കളം വാർഡിലാണ് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ധീരജ് വധക്കേസിലെ പ്രതിയായ സോയ്മോൻ സണ്ണിയെ UDF സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. പോലീസ് കേസെടുത്തുകൊണ്ട് 88 ദിവസം റിമാൻഡിൽ കഴിയുകയും ചെയ്ത പ്രതിയാണ്. ഇങ്ങനെ പ്രതിനെയാണ് ഈ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുകയാണ്. കണ്ണൂർ തളിപ്പറമ്പിൽ നിന്നും ഇടുക്കിയിൽ പഠനത്തിനെത്തിയ ധീരജിനെ ക്യാമ്പസിനകത്ത് വെച്ച് യാതൊരു സംഘർഷമോ പ്രകോപനമോ ഇല്ലാതെയാണ് അരുംകൊല ചെയ്യുന്നത്. ക്യാമ്പസ് ഇലക്ഷൻ നടക്കുന്ന കാലമായിരുന്നു. ഒരു പ്രകോപനം കൂടാതെ SFI വിജയിച്ച് നിൽക്കുന്ന സമയത്താണ് പുറത്തുനിന്ന് കോൺഗ്രസ് ക്രിമിനലുകൾ എത്തിക്കൊണ്ട് അവിടെ സംഘർഷാവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് ഈ കൊലപാതകം നടത്തുന്നത്. കൂട്ടുകാരൻ്റെ ഇടനെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കിയ കാപാലികനെ വോട്ട് നൽകരുതേ എന്ന അഭ്യർത്ഥനയുമായാണ് വിദ്യാർത്ഥികൾ വീടുകൾ കയറുന്നത്. ഞങ്ങൾ ഈ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വിദ്യാർത്ഥികളാണ്. ഞങ്ങളിപ്പോൾ വന്നേക്കണത് എന്താ വെച്ചാൽ ഇവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ധീരജേട്ടനെ കൊലക്കേസിൽ 6ാം പ്രതിയാണ്. കൈവതു ഇയാൾക്ക് വോട്ട് ചെയ്യാതെ നല്ലൊരാൾക്ക് വോട്ട് ചെയ്ത് ഇവിടുന്ന് വിജയിപ്പിക്കണമെന്ന് ഈ വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഓരോ വീടുകളിൽ നിന്നും പറയുന്നത് ഇങ്ങനെയാണ്: കൊലയാളികളുടെ കറുത്ത കൈകൾക്ക് വോട്ട് നൽകില്ല. ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് എല്ലാവരും ഭയങ്കര ദേഷ്യത്തോടും വെറുപ്പോടും കൂടി മനസ്സിൽ കാണുന്നത് സോയ്മോൻ സണ്ണിയാണ്. ഇപ്പോൾ അങ്ങനെ അങ്ങോട്ടോട്ട് പോവുകയല്ല. കുഞ്ഞിനെയാണ് കൊന്നത്. ഞങ്ങൾക്കും ഉണ്ട് കുഞ്ഞുമക്കൾ. അവരുടെ അവസ്ഥ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാകുന്നുണ്ട്. അതുകൊണ്ട് അവന് വോട്ട് കിട്ടണമെന്ന് ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുകയില്ല പേടിച്ചിട്ട്. ധീരജിന്റെ കൊലയാളികളുടെ പരാജയത്തിനായി അവസാന ശ്വാസം വരെ പോരാടുവാൻ വേണ്ടിയാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒരു നോട്ടീസിൽ എഴുതി എല്ലാ വീട്ടിലും കയറി ഞങ്ങൾ കൊടുത്തു. വീടുകളെന്ന് പറയുന്നത് ക്രമരാഷ്ട്രീയത്തിന് ഞങ്ങൾ കൂടെ നിൽക്കില്ല. കൊലയാളികളെയും കൊലയാളികളുടെ നോമിനികളെയും മത്സരിപ്പിക്കുന്ന വലതിൻ്റെ നെറികെട്ട നീക്കത്തിനെതിരെയുള്ള വിധിയെഴുത്താകും ഈ തെരഞ്ഞെടുപ്പ്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കും മനുവിനുമൊപ്പം അമൽനാഥ്, കൈരളി ന്യൂസ്.